വിശപ്പടക്കുക എന്നതിനേക്കാൾ ഒരാളുടെ ആരോഗ്യത്തിന് നിർണായകമായ ഘടകമാണ് ഭക്ഷണം. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അകറ്റി സുരക്ഷാ കവചം ഒരുക്കാൻ ഭക്ഷണം സഹായിക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുടെ വലിയൊരു ശതമാനവും ലഭിക്കുന്നത് നമുക്ക് ഭക്ഷണത്തിലൂടെയാണ്. അതിനാൽ പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം എന്നത് ഏതൊരാളുടെയും അവകാശമാണ്. ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7 ആചരിക്കുന്നത്. ഭക്ഷ്യജന അപകട സാധ്യതകൾ കണ്ടെത്താനും നിയന്ത്രിക്കാനുമുള്ള നടപടികളുടെ ആവശ്യകത അറിയുന്നതിനാണ് ഈ ദിനം. ഭക്ഷ്യസുരക്ഷ ഇന്നൊരു ആഗോള പ്രശ്നമാണ്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം മൂലം പ്രതിദിനം ശരാശരി 1,60,000 ആളുകൾ രോഗികളാകുന്നു എന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ലോകമെമ്പാടുമായി 600 മില്യൺ കേസുകളാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 10 ഒരാൾക്ക് വീതം ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നു. പ്രതിവർഷം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 40% പേർക്കും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ സംഭവങ്ങൾ എത്ര സൗമ്യമായാലും തീവ്രമായാലും അതിന് തയ്യാറെടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വർഷത്തെ തീം അടിവരയിടുന്നത്. ഭക്ഷണ മാനദണ്ഡങ്ങളുടെ പ്രാധാന്യത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക, ഭക്ഷ്യജനരോഗങ്ങൾ തടയുക, കണ്ടെത്തുക, ചികിത്സിക്കുക എന്നിങ്ങനെ അവബോധം വർദ്ധിപ്പിക്കുകയാണ് പ്രാഥമിക ലക്ഷ്യം. എങ്ങനെ ഒരു പരിധിവരെ ഭക്ഷണ വിഷബാധ തടയാം? വിപണിയിലും ഭക്ഷണ ഇടപാടുകൾ നടക്കുന്ന എല്ലായിടത്തും സുരക്ഷ വേണം. ഭക്ഷണം പാകം ചെയ്യുമ്പോഴും സൂക്ഷിച്ചു വെക്കുമ്പോഴും ഉണ്ടാകുന്ന അശ്രദ്ധയും വൃത്തിക്കുറവുമാണ് ഭക്ഷണത്തെ വിഷമാക്കുന്നത്. ഭക്ഷണത്തിൽ കലരുന്ന രാസവസ്തുക്കൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ, ഭക്ഷണം പാഴാകുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയകളുടെ വളർച്ച, പൊടിപടലങ്ങൾ, മലിനജലം, അങ്ങനെ ഭക്ഷ്യവിഷബാധയ്ക്കുള്ള കാരണങ്ങൾ പലതാണ്. ഉപഭോക്താക്കൾ, നിർമ്മാതാക്കൾ, വ്യാപാരികൾ, നിയന്ത്രണ ഏജൻസികൾ എന്നിവ ഉൾപ്പെടെ ഭക്ഷണത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നത് എല്ലാവർക്കും പങ്കുണ്ട്. ശുദ്ധമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെ അവകാശമാണ്. ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.